കണ്ടു കഴിഞ്ഞിരിക്കുകയാണ്. സൂ കണ്ടു കഴിഞ്ഞപ്പോൾ നല്ല മഴയായി. അപ്പോൾ നമ്മൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് കാണാനുള്ളത് നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയം ആണ്. നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയത്തിലേക്ക് പോകുന്ന വഴിയാണ് ഇത്. ഇതിന് റൈറ്റ് സൈഡിലായിട്ട് ഒരുപാട് നല്ല ചെടികളൊക്കെ വെച്ചിട്ട് നല്ലൊരു ഗാർഡനിങ് തന്നെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. പലർക്കും അറിയില്ല നമ്മുടെ ഈ തിരുവനന്തപുരത്ത് ഇങ്ങനൊരു നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയം ഉള്ളതായിട്ട്. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ മ്യൂസിയം. നമുക്കിനി ടിക്കറ്റ് എടുക്കാം. ഹായ്, അപ്പോൾ നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയത്തിന് ഞാൻ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. ടിക്കറ്റൊക്കെ എടുത്തിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. നമ്മൾ സൂവിൽ കയറിയതുപോലെ തന്നെ ഇവിടെയും 30 രൂപയുടെ ടിക്കറ്റാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അകത്തോട്ട് പോകാം. മഴ തോർന്ന ശേഷം നമുക്ക് അകത്തോട്ട് കയറാം. അപ്പോൾ മ്യൂസിയത്തിൻ്റെ അകത്ത് നമ്മൾ കയറിയിട്ടുണ്ട്. കയറി ചെല്ലുമ്പോൾ തന്നെ നമുക്ക് ലെഫ്റ്റ് സൈഡിലായിട്ട് ഇതുപോലെ ഹിപ്പോ, കാണ്ടാമൃഗം ഇവരുടെയൊക്കെ നല്ലൊരു വർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൂടാണ്ട് റൈറ്റ് സൈഡിലാണെങ്കിൽ തിമിംഗലത്തിൻ്റെ വർക്കാണ് കേട്ടോ. അതൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം നമ്മളിനി അകത്തെ സെക്ഷനിലോട്ട് പോകാൻ. അവിടെ 2-3 സെക്ഷൻസായിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ബാറ്റ്സ് ഗ്യാലറി, സ്കെൽട്ടൻ ഗ്യാലറി, അങ്ങനെ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കയറി ചെല്ലുമ്പോൾ തന്നെ നമ്മൾ കണ്ടത് ബേഡ്സ് ഗ്യാലറിയാണ്. പക്ഷേ ബേഡ്സ് ഗ്യാലറി അല്ല ഞങ്ങൾ ആദ്യം കയറിയത്. റൈറ്റ് സൈഡിലുള്ള സ്കെൽട്ടൻ ഗ്യാലറിയാണ്. അത് കണ്ടു കഴിഞ്ഞതിന് ശേഷം നമുക്ക് ബേഡ്സ് ഗ്യാലറിയിലെ വിശേഷങ്ങൾ കാണാം. കുറേ മൃഗങ്ങളുടെ സ്കെൽട്ടൺ എല്ലാം ഇതിൻ്റെ അകത്ത് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ ആദ്യം കണ്ടത് തിമിംഗലത്തിൻ്റെ സ്കെൽട്ടൻ ആണ് കേട്ടോ. ഈ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് തിമിംഗലത്തിൻ്റെ സ്കെൽട്ടൻ. എന്തെങ്കിലുമൊക്കെ നമുക്ക് സംശയം ഉണ്ടെങ്കിൽ നമ്മളെ കൂടെ ഗാർഡ് ഉണ്ടായിരിക്കും. ഇത് കൂടാണ്ട് എല്ലാ ഡീറ്റെയിൽസും നമ്മുടെ ഈ ബോർഡിൽ വെച്ചിട്ടുണ്ട്. തിമിംഗലത്തിൻ്റെ എല്ലാ വിശദവിവരങ്ങളും ഇതിൽ നോക്കി നമുക്ക് മനസ്സിലാക്കാം. എനിക്ക് കൂടുതൽ അത്ഭുതമായി തോന്നിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ തിമിംഗലത്തിൻ്റെ താടിയെല്ലാണ്. ഈ കാണുന്നത് തിമിംഗലത്തിൻ്റെ താടിയെല്ലാണ്. ഇത് ഇത്രയും വലിപ്പം ഉണ്ടാകുമെന്നൊന്നും സത്യത്തിൽ എനിക്കറിയില്ലായിരുന്നു. ഇവിടെ വന്ന് കണ്ടപ്പോഴാണ് ഇത്രയും വലിപ്പമുള്ളൊരു താടിയിലുള്ള മത്സ്യമാണ് നമ്മുടെ തിമിംഗലം എന്ന് മനസ്സിലായത്. ഇനി നമുക്ക് കാണാനുള്ളത് കാട്ടുപോത്തിൻ്റെയും ഒട്ടകപക്ഷിയുടെയും എമുവിൻ്റെയും ആനയുടെയും ഒക്കെ സ്കെൽട്ടനാണ്. ഇത് ആനയുടെ സ്കെൽട്ടനാണ് കേട്ടോ. ആനയുടെ കൊമ്പ് വരുന്ന ഭാഗമൊക്കെ നമുക്ക് ഇതിൽ കാണാൻ കഴിയും. അതുകൂടാണ്ട് ആനയുടെ കാൽപാദവും പിന്നെ ആനയുടെ കൊമ്പ് ഇതെല്ലാം നമുക്ക് ഇവിടെ വരുമ്പോൾ കാണാൻ കഴിയും. ഇത് മനുഷ്യൻ്റെ പരിണാമം സൂചിപ്പിക്കുന്ന സ്കെൽട്ടനാണ്. ചിമ്പാൻസി മുതൽ ഇന്നത്തെ മനുഷ്യൻ വരെയുള്ള പരിണാമമാണ് ഈ സ്കെൽട്ടനിലൂടെ നമുക്ക് കാണിച്ചു തരുന്നത്. ഇത് 1853 ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ മഹാരാജാവിന് ശാസ്ത്രീയ പഠനത്തിന് വേണ്ടി ആനക്കൊമ്പിൽ നിർമ്മിച്ച മനുഷ്യൻ്റെ അസ്ഥികൂടത്തിൻ്റെ മാതൃകയാണ്. അപ്പോൾ സ്കെൽട്ടൻ ഗാലറി കഴിഞ്ഞു. ഇനി നമ്മൾ നേരെ പോകുന്നത് ബേഡ്സ് ഗാലറിയിലാണ്. ബേഡ്സ് ഗാലറിയിലുള്ള ഈ പക്ഷികളെയൊക്കെ കണ്ടല്ലോ. ഇതെല്ലാം നമ്മുടെ പ്രശസ്തനായ പക്ഷി നിരീക്ഷകൻ ഡോക്ടർ സലീം അലി പഠനത്തിനായി ഉപയോഗിച്ച പക്ഷികളാണ്. ഇവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന പക്ഷികളുടെ എല്ലാം സ്കിന്ന് ഒറിജിനലാണ്. അതായത് ഇന്റേണൽ ഓർഗൻസ് എല്ലാം എടുത്തു മാറ്റിയതിന് ശേഷം ഇവിടെ സ്റ്റഫ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇവരുടെ കണ്ണുകൾ മാത്രമാണ് ആർട്ടിഫിഷ്യലായിട്ട് ചെയ്തിട്ടുള്ളത്. ഇവയൊക്കെ കണ്ടാൽ ശരിക്കും ഒറിജിനലായിട്ടുള്ള പക്ഷികളാണെന്ന് തോന്നും. പക്ഷേ ഇവയൊക്കെ വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന പക്ഷികളാണ്. ഇതിൽ ചിലതൊക്കെ വംശനാശം വന്ന പക്ഷികളുമുണ്ട്. ഇതിലുള്ളത് കായൽ പുല്ല്, തൊട്ടിക്കഴുകൻ അങ്ങനെയുള്ള പക്ഷികളെയാണ് ഈ സെക്ഷനിലുള്ളത്. ഇവിടെയുള്ളത് വിവിധ തരം കൊക്ക് വിഭാഗത്തിൽപ്പെട്ട പക്ഷികളാണ്.
ഇവിടെയൊക്കെ മൂങ്ങകളുടെ സെക്ഷനാണ് കേട്ടോ. ഇത് കൂടാണ്ട് കുറേ കുയിലുകളൊക്കെ ഇവിടെ ഈ സെക്ഷനിൽ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത സെക്ഷനിൽ എന്താണെന്നൊക്കെ നമുക്ക് നോക്കാം. നമുക്ക് കൂടുതൽ വിവരങ്ങളൊക്കെ അറിയണമെങ്കിൽ താഴത്തെ ബോർഡിൽ വിശദമായിട്ട് തന്നെ ഈ പക്ഷികളുടെ ഡീറ്റെയിൽസ് എല്ലാം വെച്ചിട്ടുണ്ട്. പിന്നെ ആവശ്യമുള്ളവർക്കെല്ലാം വായിച്ച് നോക്കി മനസ്സിലാക്കാവുന്നതാണ്. ഇതൊക്കെ ദേശാടന പക്ഷികളാണ് കേട്ടോ. ഇവരുടെയൊക്കെ തൂവലൊക്കെ കണ്ടോ ഒറിജിനലാണ്. നമുക്ക് കാണുമ്പോൾ തന്നെ അത് മനസ്സിലാവും. ഇവിടെ ഉണ്ടല്ലോ കുരുവികളുടെ കൂട് പോലും നമുക്ക് കാണാനായി പ്രദർശനത്തിനായി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഈ ബേഡ്സിൻ്റെ സെക്ഷൻ കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്കുള്ളത് മുകളിലോട്ട് പോകണം. അപ്പോൾ മുകളിലോട്ട് പോകുന്ന വഴിയിൽ തന്നെ ഇവിടെ ആമയൊക്കെ ഇങ്ങനെ ഡിസ്പ്ലേയിൽ വെച്ചിട്ടുണ്ട്. താഴെ കുറേ മുട്ടകളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടതിന് ശേഷം ഇതിൻ്റെ മുകളിലാണ് പോകാനുള്ളത്. മുകളിലേക്ക് പോകുന്നത് നമ്മുടെ മൃഗങ്ങൾ സ്റ്റഫ് ചെയ്ത് വെച്ചേക്കുന്നത് കാണാനാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് തന്നെയുള്ള ആർട്ട് വർക്കുകളാണ് കേട്ടോ ചുവരിലൊക്കെ ചെയ്ത് വെച്ചേക്കുന്നത്. കാണാനൊക്കെ കൊള്ളാം, നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് കാണുമ്പോൾ തന്നെ ഭയങ്കര അട്രാക്ഷൻ തോന്നും. കുട്ടികളൊക്കെ കൊണ്ടുവന്നാൽ അവർക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. ഇനി മൃഗങ്ങൾ മാത്രമല്ല, മുകളിലുള്ളത് മത്സ്യങ്ങൾ, അങ്ങനെയുള്ള കുറേ ഐറ്റംസ്, കുറേ വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസൊക്കെ മുകളിലുണ്ട്. അപ്പോൾ നമുക്ക് അതൊക്കെ ഒന്ന് പോയി കാണാം. ഇത് മൃഗങ്ങളുടെ സ്റ്റഫ് ചെയ്ത് വെച്ചേക്കുന്ന സെക്ഷനാണ് കേട്ടോ. ഇവിടെയുള്ള മൃഗങ്ങളിൽ ജിറാഫിനെയും പാമ്പിനെയും ഒഴിച്ച് ബാക്കിയുള്ളവരുടെ എല്ലാം സ്കിന്ന് ഒറിജിനലാണ്. അതായത് ഉള്ളത് കടുവയാണ്, അതിൻ്റെ സ്കിന്നും ഒക്കെ ഒറിജിനലാണ്. കണ്ണ് മാത്രമേ ഇവർക്ക് ആർട്ടിഫിഷ്യലായിട്ട് ചെയ്തിട്ടുള്ളൂ. പിന്നെ ജിറാഫിൻ്റെതും ആർട്ടിഫിഷ്യലായിട്ടുള്ള സ്കിന്നാണ്. കാഴ്ചക്കാർക്ക് കൗതുകമുണ്ടാക്കുന്ന രീതിയിലാണ് ഇവർ ഇതെല്ലാം ഡിസ്പ്ലേ ചെയ്തത്. കണ്ടില്ലേ, ഇര തേടുന്ന പുലികളെയും സിംഹരാജന് മുകളിൽ വന്ന് ഗർജിക്കുന്നത് പോലെ ഇങ്ങനെയൊക്കെ നമുക്ക് കാണുമ്പോൾ തന്നെ കൗതുകം തോന്നുന്ന രീതിയിലാണ് ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. അത് മാത്രമല്ല, ഒരു കാടിൻ്റെ അന്തരീക്ഷമൊക്കെ ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്തിട്ടാണ് മൃഗങ്ങളെ വെച്ചേക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് കണ്ടു പോകാനായിട്ട് ഒരു ഇൻട്രസ്റ്റും തോന്നും. ഇതൊക്കെ തേനീച്ച കൂടൊക്കെയാണ് കേട്ടോ ഇത് വെച്ചേക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് മൃഗങ്ങളുടെ സ്റ്റഫ് ചെയ്ത സെക്ഷൻ വരുന്നത്. ഇനി അടുത്ത സെക്ഷനിലേക്ക് പോകുമ്പോൾ കുറച്ച് നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. നമ്മുടെ എല്ലാ സ്റ്റേറ്റിൻ്റെയും ട്രഡീഷണൽ ആയിട്ടുള്ള ഡ്രസ്സിങ് സ്റ്റൈൽസാണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. ഇതിൽ നമ്മുടെ കേരളവും ഉണ്ട്. കേരളം കണ്ടുപിടിക്കാൻ അത്ര പ്രയാസമൊന്നുമില്ല. ദാ നിപ്പുണ്ട് നമ്മുടെ നീല സാരിയൊക്കെ കൊടുത്ത് ഗോൾഡൊക്കെ ഇട്ട് പൂവൊക്കെ വെച്ച് നിൽക്കുന്ന ഒരു ട്രഡീഷണൽ സുന്ദരി. പിന്നെ ഇത് കൂടാണ്ട് എല്ലാ സ്റ്റേറ്റും ഉണ്ട്, കണ്ടില്ലേ. അത് കഴിയുമ്പോൾ നമുക്ക് നേരെ പോകുന്നത് ഇനി മുദ്രകളാണ്. കഥകളി, ഓരോ കഥകളിയുടെ ഇതും പിന്നെ മുദ്രകൾ അങ്ങനെയുള്ളത്. അത് കഴിഞ്ഞതിന് ശേഷം നാലുകെട്ടിൻ്റെ ഒരു ഡിസ്പ്ലേ ആണ് കേട്ടോ. പണ്ടത്തെ നായർ സമുദായക്കാരുടെയൊക്കെ നാലുകെട്ട് സെറ്റപ്പാണ് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. എത്രയോ വലുതാണ് ഇവരുടെ ഈ നാലുകെട്ട് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡിസ്പ്ലേ കൂടിയാണിത്. പിന്നെ നമ്മുടെ പണ്ട് കാലത്തെ തമ്പുരാട്ടിമാർ എങ്ങനെ ഇരിക്കുന്നു, എങ്ങനെയാണ് അവർ ഡ്രസ്സിങ് സ്റ്റൈൽ എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി ഓരോരോ ദേവദാസി അവരെയൊക്കെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കലാരൂപങ്ങളും ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് വെള്ളത്തിൽ വസിക്കുന്ന ജീവികളെ സ്റ്റഫ് ചെയ്ത് വെച്ചേക്കുന്നതാണ്.
അതുകൂടാതെ ആടുകൾ, വിവിധ തരം ആടുകളുടെ കൊമ്പുകൾ ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. കായൽ മുതലയാണ്. ഏകദേശം 70 വർഷത്തോളം ഇവ ജീവിച്ചിരിക്കുമെന്നാണ് ഇവിടുത്തെ ഡിസ്പ്ലേയിൽ പറഞ്ഞിട്ടുള്ളത്. കടലിനടിയിൽ ഒരുവിധം എല്ലാ ജീവജാലങ്ങളും ഇവിടെ വച്ചിട്ടുണ്ട്. അതിൽ എല്ലാത്തിനെയൊന്നും നമുക്ക് പരിചയം കാണില്ല. കുറേയൊക്കെ നമുക്കൊക്കെ അറിയാവുന്നതാണ്. സ്റ്റാർ ഫിഷും നീരാളിയും ഇതൊക്കെ നമുക്ക് സാധാരണ അറിയാവുന്നതാണ്. പിന്നെ അറിയാത്ത കുറേ ഐറ്റംസും ഉണ്ട്. കങ്കാരു, കുരങ്ങ്, മാൻ അങ്ങനെ കുറേയധികം ജീവികളുടെ അനാട്ടമിക്കൽ കളക്ഷൻസ് കൂടി ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ കുറച്ച് പക്ഷികളുടെ മുട്ടയൊക്കെ ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അതായത് ഓസ്ട്രിച്ചിൻ്റെത്, യമൂണിൻ്റെത് അങ്ങനെയുള്ളതൊക്കെ ഇവിടെ കാണാൻ കഴിയും. ഇവിടെയൊക്കെ കുറേ പാമ്പുകളുടെ സെക്ഷനാണ്. പാമ്പുകൾ മാത്രമല്ല, അവരുടെ മുട്ടകളും ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. കടലിൽ കാണുന്ന പാമ്പുകളാണ്. ഇത് കൂടാണ്ട് ഇവിടെ ഒരു ആമയുടെ പുറംതോടും വെച്ചിട്ടുണ്ട്. ഇത് ഓന്ത് വിഭാഗത്തിൽപ്പെടുന്ന ജീവികളുടെ കളക്ഷനാണ്. ഇവിടെ വിവിധ മൃഗങ്ങളുടെയും ജീവികളുടെയും ഒക്കെ സ്കെൽറ്റൺ കൂടി ഉണ്ട് കേട്ടോ. അതിൽ ഇപ്പോൾ ഫിഷ് ഉണ്ട്, ഇതിൽ കുരങ്ങൻ്റെതുണ്ട്, അങ്ങനെ ഓരോ ജീവികൾക്കുള്ളതൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതുകൂടാതെ നമ്മുടെ വീട്ടിൽ വളർത്തുന്ന പൂച്ചയുടെ ഫോസിലും ഇവിടെ കാണാം. ഇത് സിംഹത്തിൻ്റെ കൈയാണ് കേട്ടോ.
ഇത് നമ്മൾ നേരത്തെ കണ്ട വീട്ടിൽ വളർത്തുന്ന പൂച്ചയുടെ സ്റ്റഫ് ചെയ്തിട്ടുള്ള ഭാഗമാണ്. അതിൻ്റെ ഇപ്പുറ സൈഡിൽ വരുമ്പോഴാണ് നമ്മൾ ഒറിജിനലായിട്ട് പൂച്ച എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് കാണാൻ കഴിയുന്നത്. ഇവിടെ മൂങ്ങയും മൂങ്ങയുടെ ഫെദർ, മൂങ്ങയുടെ മുഖം, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വെച്ചേക്കുന്നത്. പിന്നെ കുറച്ച് ശിലകളുടെ സെക്ഷൻ ഉണ്ട്. ആഗ്നേയ ശിലകളാണ്, അതെല്ലാം അവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. പിന്നെ തേക്ക്, ഈട്ടി അങ്ങനെയുള്ള കുറച്ച് മരങ്ങളുടെ കുറച്ച് ഭാഗവും ഇവിടെ ഡിസ്പ്ലേ. ഇനി ഏറ്റവും അവസാനമായി നമുക്ക് കാണാനുള്ളത് AK ആൻ്റണി ഗാലറിയാണ്. ഇത് അദ്ദേഹത്തിന് കിട്ടിയ അംഗീകാരങ്ങളാണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയം കണ്ടു കഴിഞ്ഞു. അവിടെ ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട്. സ്റ്റഫ് ചെയ്ത് വെച്ചേക്കുന്ന ഒരുപാട് ജീവികളുടെ ഇതൊക്കെ നമുക്ക് കാണാനുണ്ട്. അപ്പോൾ ആ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അടുത്ത ആഴ്ച പുതിയൊരു വീഡിയോ കാണാം. ബൈ.